നിറങ്ങളിലൂടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അതിജീവന കഥ പറയുകയാണ് ഒരു ചിത്രകാരി. സ്മിത എന്ന ചിത്രകാരിയുടെ വിവിധ തീമിലുള്ള 34 ചിത്രങ്ങളാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിനുള്ളത്. കോഴിക്കോട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചെറുകുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായ സ്മിത 5 വയസ്സ് മുതലാണ് ചിത്രരചന ആരംഭിക്കുന്നത്. സർക്കാർ ജോലി നേടിയെടുത്ത ശേഷം സ്മിത പിന്നീട് തന്റെ ചിത്രരചന പൊടിതട്ടിയെടുക്കുകയായിരുന്നു. ദിവസേന ജോലി കഴിഞ്ഞെത്തിയാൽ 1 മണിക്കൂർ വരകൾക്കായി മാറ്റിവെക്കും. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതം നേരിട്ട് കണ്ടതാണ് ട്രാൻസ് തീമിലേക്ക് തന്റെ ചിത്രങ്ങളെയും വരകളെയും കൊണ്ടുവരാൻ കാരണമായതെന്നും സ്മിത പറയുന്നു. ഇതിൽ 34 ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്ത്രീയും സമൂഹവും, പ്രകൃതിയും മനുഷ്യനും, സഹജീവികളും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം, ഇതെല്ലാം ഊന്നിക്കാണിക്കുന്ന ചിത്രങ്ങളാണ് കൂടുതലുമുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി കുറച്ച് ചിത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പറ്റിയുള്ള നേരിട്ട് കണ്ട് അവരുമായി സംവദിക്കുകയും അവരുടെ ജീവിതം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പ് ബക്കളം സ്വദേശിനിയായ സ്മിതയുടെ 6ാമത് ചിത്ര പ്രദർശനമാണിത്. തായ്ലൻഡിലും ദുബായിലും അടക്കം വിവിധ ഗ്രൂപ്പ് പ്രദർശനങ്ങളും സ്മിത നടത്തിയിട്ടുണ്ട്. ഭർത്താവ് കെ വിശ്വംഭരന്റെയും മകൻ ആദിത്യ വിശ്വാസിന്റെയും പിന്തുണയാണ് സ്മിതയുടെ ചിത്രരചനയ്ക്ക് പ്രോത്സാഹനമാകുന്നത്. ട്രാൻസ് എന്ന് പേരിട്ട പ്രദർശനം പെയിന്റിംഗ് കോച്ച് സുമയ്യ താഴത്താണ് ഉദ്ഘാടനം ചെയ്തത്. നാളെ അവസാനിക്കുന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് ഗാലറിയിലേക്ക് എത്തുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.